സ്മാർട്ട് ഫോൺ മേടിക്കാനുള്ള നിങ്ങളുടെ ബഡ്ജറ്റ് 9,000 രൂപയിൽ ലോക്കാണ്. 1 രൂപ പോലും മുകളിലോട്ട് പോകത്തില്ല. അതുപോലെ ഗെയിമിംഗ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി എങ്കിൽ ഈ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് മേടിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്മാർട്ട് ഫോൺ റിയൽമി നാർസോ 20A ആയിരിക്കും. എന്തുകൊണ്ട്? അതിനുള്ള കാരണങ്ങളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ വീഡിയോ കണ്ടു തീർന്നതിന് ശേഷം ചാനലൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉപകാരം ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഗെയിമിംഗ് നമ്മൾ തുടങ്ങിയത് 8/21 അന്നേരമുള്ള ബാറ്ററി പെർസെൻറ്റേജ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 84% ഉണ്ട്. അപ്പം ഈ ടൈമും അതുപോലെ തന്നെ ബാറ്ററി പെർസെൻറ്റേജും എടുത്ത് വെക്കുക. നമുക്ക് റെഫറൻസിന് അവസാനം ഉപയോഗിക്കാം. ഇനി ആ സമയത്ത് ഡിവൈസ് നോർമൽ യൂസിലായിരുന്നു. ഏകദേശം 27-28 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ആവറേജ് ഡിവൈസ് ടെമ്പറേച്ചർ. അതായത് സാധാരണ നമ്മൾ ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കില്ലേ, അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഗെയിമിങ്ങിലോട്ട് പോയത്. സോ ഇതൊക്കെ നോർമലായിട്ടുള്ള ഒരു ഫിഗറാണ്. ബാറ്ററിയുടെ പെർഫോമൻസും അത്ര നേരം ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തെല്ലാം നോർമലായിരുന്നു. ആദ്യം തന്നെ നമുക്ക് ആസ്ഫാൾട്ട് 9 ലെജൻഡ്സിൽ നിന്ന് തുടങ്ങാം. ഇത് വളരെ ഹെവി ആയിട്ടുള്ള ഒരു ഗെയിമാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഓൾമോസ്റ്റ് എല്ലാ ഫോണിലും തന്നെ കുഴപ്പമില്ലാതെ റൺ ചെയ്യുന്നൊരു ഗെയിമാണ്. അപ്പോൾ ഈ ഡിവൈസിൽ ആസ്ഫാൾട്ട് 9 ലെജൻഡ്സ് റൺ ചെയ്യുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ചില സ്പെക്കുകളെക്കുറിച്ചും നിങ്ങളോട് ഞാൻ പറയാം. എൻ്റെ കയ്യിലിരിക്കുന്ന ഡിവൈസിൻ്റെ റാം മെമ്മറി കോൺഫിഗറേഷൻ 3GB റാമും 32GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ്. നാർസോ 20A ലോവർ എൻഡ് വേരിയൻ്റാണ്. 8,500 rupees 8,500 രൂപയ്ക്കാണ് ഈ ഡിവൈസ് റീറ്റെയിൽ ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും. അതിനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ ഇതിനെ സ്പെഷ്യലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ചിപ്സെറ്റാണ്. കാരണം ഈ ഡിവൈസിൽ വരുന്നത് സ്നാപ്ഡ്രാഗൺ 665 എന്ന 11 നാനോമീറ്റർ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നിർമ്മിച്ച ചിപ്പാണ്. ഈ ചിപ്പ് 12,000 രൂപ എന്തിന് 20,000 അടുത്ത് വരെയുള്ള വിവോ ഓപ്പോ ഡിവൈസുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് വിട്ടുകള ഇതിൻ്റെ ഒരു നോർമലായിട്ടുള്ള പ്രൈസിങ്, അതായത് ന്യായ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8,000 മുതൽ 12,000 രൂപ വരെയുള്ള ബഡ്ജറ്റുള്ള ഡിവൈസുകൾക്ക് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഫെയറാണ്. അപ്പോൾ 8,500 രൂപയുള്ളൊരു ഡിവൈസിൽ ഈ ഒരു ചിപ്പ് വരുന്നു എന്ന് പറയുന്നത് വളരെ നല്ലൊരു സംഗതിയാണ്. ഈ ചിപ്പ് വളരെ സക്സസ്ഫുൾ ആയിരുന്ന സ്നാപ്ഡ്രാഗൺ 660 ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ്. 665 എന്ന് പറയുമ്പോൾ ഒത്തിരി വ്യത്യാസങ്ങൾ 660യിൽ നിന്നില്ല, എന്നാൽ ചില നോട്ടബിൾ ഡിഫറൻസുകൾ പ്രത്യേകിച്ച് കോർ ആർക്കിടെക്ചറിൽ വന്നിട്ടുണ്ട്. ഈ ഡിവൈസിൻ്റെ CPU 8 കോറുകളുണ്ട്. അതിൽ 4 കോറുകൾ 2 GHz ക്ലോക്ക് ചെയ്തിരിക്കുന്നത്. മറ്റ് 4 കോറുകൾ 1.8 GHz. അഡ്രീനോ 610 എന്ന് പറയുന്ന വളരെ നല്ല പ്രൂവൺ ആയിട്ടുള്ള ഒരു GPU ആണ് ഈ ഡിവൈസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 610 നമുക്ക് ഒത്തിരിയേറെ ചിപ്പുകളിൽ കാണാനുണ്ട്. എല്ലായ്പ്പോഴും തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് നൽകുന്ന ഒരു ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റാണ് അഡ്രീനോ 610. നാർസോ 20A ഉപയോഗിച്ചിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് നോക്കിക്കഴിയുമ്പോൾ പ്രത്യേകിച്ച് ചിപ്പിൻ്റെ കാര്യത്തിൽ നമുക്കൊരു വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷൻ കാണാനുണ്ട്. തീർച്ചയായിട്ടും 8,500 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വളരെ നല്ല ചിപ്പാണ് സ്നാപ്ഡ്രാഗൺ 665. അതുപോലെ തന്നെ 3GB 32 എന്ന് പറയുന്നത് ഇപ്പോൾ പയ്യെ ഔട്ട്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കോൺഫിഗറേഷൻ ആണെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു ബഡ്ജറ്റിൽ ഓക്കെയാണ്. ഈ ഒരു കോൺഫിഗറേഷനിൽ ഈ ഒരു ഡിവൈസ് എടുക്കുന്നത് ഗെയിമേഴ്സിന് ആപ്റ്റ് ആയിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബഡ്ജറ്റ് 8,500 രൂപ അല്ലെങ്കിൽ 9,000 ക്ലോക്ക് ആണെങ്കിൽ മാത്രം. അതിന് മുകളിലോട്ടൊരു 1,000 രൂപയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ റെഡ്മി 9 പ്രൈം ഉണ്ട്, G80 പ്രോസസ്സറൊക്കെ ആയിട്ട് വരുന്ന ആ ഡിവൈസ് തീർച്ചയായിട്ടും ഗെയിമേഴ്സിന് ഒരു സ്വീറ്റ് സ്പോട്ടാണ്. അതിലേക്ക് ലാൻഡ് ചെയ്യാൻ നിങ്ങൾ നോക്കുക. പക്ഷേ നിങ്ങളുടെ ബഡ്ജറ്റ് വളരെ ലിമിറ്റഡ് ആണ് എങ്കിൽ മാത്രം നാർസോ 20A പോവുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ആസ്ഫാൾട്ടിലുള്ള ഗെയിം പ്ലേ കണ്ടു, കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, കാര്യമായിട്ടുള്ള ഫ്രെയിം ഡ്രോപ്പുകളില്ലായിരുന്നു. ഞങ്ങൾ ശ്രദ്ധിച്ച് വളരെ ചെറിയ ചില സാഹചര്യങ്ങളിൽ മാത്രമായിരുന്നു. അപ്പോൾ ഓവറോൾ നല്ല രീതിയിൽ പോയി. പക്ഷേ കോൾ ഓഫ് ഡ്യൂട്ടി വന്നു കഴിയുമ്പോഴേക്കും ചെറുതായിട്ട് ചില പ്രശ്നങ്ങൾ നമ്മൾ അവിടെ ഇവിടെ കാണും, പ്രത്യേകിച്ച് ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ. അതിനെക്കുറിച്ച് വീഡിയോയുടെ അവസാനം ഞാൻ എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ നോർമൽ യൂസേജിൽ വലിയ കാര്യമായിട്ടുള്ള ഫ്രെയിം ഡ്രോപ്പുകൾ ഈ ചിപ്പ് ഉണ്ടാക്കുന്നില്ല, ആസ്ഫാൾട്ടിൻ്റെ കാര്യത്തിലും കോൾ ഓഫ് ഡ്യൂട്ടിയുടെ കാര്യത്തിലും. ആദ്യമേ തന്നെ നെഗറ്റീവ് പറയുന്നില്ല, കാരണം ഞങ്ങൾ നോക്കിയ 4 മേഖലകളിൽ 3ലും നാർസോ 20A നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. ഒരു കാര്യത്തിൽ മാത്രം ചെറിയ ഒരു ഗ്രേഡ് താഴത്തോട്ട് പോയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ബാക്കി 3 കാര്യങ്ങളിൽ A+ കൊടുക്കാമെങ്കിൽ ഒരു വിഷയത്തിൽ മാത്രം B ഗ്രേഡ് ആയിപ്പോയി. എന്താണെന്ന് പറയാം, പോസിറ്റീവുകൾ പറയാമല്ലോ. ആദ്യമേ ഈ ഡിവൈസിൻ്റെ ചിപ്പ് ഹൈ ഗ്രാഫിക്സിലും ഹൈ ഫ്രെയിം റേറ്റിലും കോൾ ഓഫ് ഡ്യൂട്ടി സപ്പോർട്ട് ചെയ്യും. ഈ ഡിവൈസിൽ നിങ്ങൾക്ക് ഹൈ ഗ്രാഫിക്സും ഹൈ ഫ്രെയിം റേറ്റും ഇട്ട് ഗെയിം കളിക്കാൻ കഴിയും. ഡിഫോൾട്ടായിട്ട് അത് മീഡിയത്തിലായിരുന്നു കിടന്നത്, പക്ഷേ ഹൈലോട്ടാകുമ്പോഴും വളരെ സ്മൂത്തായിട്ട് ഈ ഡിവൈസ് പെർഫോമൻസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 4 മേഖല നോക്കിയെന്ന് പറഞ്ഞല്ലോ.
അതിൽ 4 ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ വെച്ചാൽ എന്തെങ്കിലും ഫ്രെയിം ഡ്രോപ്പോ ലാഗോ സ്റ്റട്ടറോ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ എന്നാണ്. രണ്ടാമത്തേത് ഗ്രാഫിക് ക്വാളിറ്റിയും ഗ്രാഫിക് എത്ര നന്നായിട്ട് റെൻഡർ ചെയ്യുന്നുണ്ടെന്നുള്ള സംഗതിയാണ്. മൂന്നാമത്തേത് ഹീറ്റിംഗ് ആണ്. നാലാമത്തേത് ബാറ്ററി ഡ്രോപ്പ്, എത്രമാത്രം ബാറ്ററി കുറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതിൽ 3 ഏരിയാസിൽ ഈ ഡിവൈസ് എക്സൽ ചെയ്തു. ഈ ഒരു ബഡ്ജറ്റ് വളരെ നല്ലൊരു പെർഫോമൻസ് കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യത്തിൽ മാത്രം, ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രം ചെറിയൊരു കോംപ്രമൈസ് ഉണ്ട്. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ പറയുന്നുണ്ട് വിത്ത് പ്രൂഫ്. അപ്പം അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമേ പോസിറ്റീവ്സിനെ കുറിച്ച് പറയാം. ഞങ്ങൾ നോക്കിയ ഒന്നാമത്തെ സംഗതി ഫ്രെയിം ഡ്രോപ്പോ ലാഗോ സ്റ്റട്ടറോ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന്. ഇപ്പോൾ നിങ്ങൾ ആസ്വാൾട്ടിൻ്റെ ഓവറോൾ എല്ലാ ഗെയിം പ്ലേസിലും നിങ്ങൾ ശ്രദ്ധിച്ച് അതേ ഒരു പെർഫോമൻസ് കൺസിസ്റ്റൻസി കോൾ ഓഫ് ഡ്യൂട്ടിയിലും ഉണ്ട്. ആസ്വാൾട്ടിലും ഫ്രെയിം ഡ്രോപ്പ് ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ളത്. അതായത് വളരെ ശ്രദ്ധിച്ച് ആ വീഡിയോ ഒന്നും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് 2-3 എണ്ണം നോട്ട് ചെയ്യാൻ കഴിയും. ഒന്നെന്ന് പറയുമ്പോഴേക്കും നൈട്രോ പുഷ് ചെയ്യുമ്പോൾ, പിന്നെ നൈട്രോ ബട്ടൺസ് കളക്ട് ചെയ്യുമ്പോൾ, പിന്നെ വ്രെക്കോ അല്ലെങ്കിൽ ഒരു സ്മാഷോ ഒക്കെ വരുമ്പം വളരെ റെയറായിട്ട് അങ്ങനെ വരാറുണ്ട്. പക്ഷേ ആ ഫ്രെയിം ഡ്രോപ്പുകൾ എന്ന് പറഞ്ഞാൽ മൈന്യൂട്ടാണ്. അതായത് വളരെ ശ്രദ്ധിച്ച് നോക്കണം. അത് ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കാര്യമായിട്ട് ബാധിക്കുന്നില്ല. ഇപ്പം കോൾ ഓഫ് ഡ്യൂട്ടി നിങ്ങൾ കാണുന്നുണ്ടല്ലോ, എങ്ങനെയൊക്കെ ലാഗ് ഉണ്ടാക്കാം, ഫ്രെയിം ഡ്രോപ്പോ സ്റ്റട്ടറോ ഉണ്ടാക്കാമെന്നെല്ലാം ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. ഇപ്പം ക്വിക്ക് മോഷൻ ടെസ്റ്റും അതുപോലെ തന്നെ ഉള്ള എല്ലാ ടെസ്റ്റുകളും, ഞങ്ങൾ റെഗുലറായിട്ട് ചെയ്യുന്ന എല്ലാ മൂവ്മെൻറ്റ് ടെസ്റ്റുകളും അതുപോലെ തന്നെ ഒരു ഫ്രെയിം ഡ്രോപ്പ് ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും നോക്കിയിട്ടുണ്ട്. ഒത്തിരി എനിമീസ് ഉള്ളിടത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വലിയ ഇഷ്യൂ ഒന്നും പറയാനില്ല. രണ്ടാമത്തെ ഗ്രാഫിക്സ് ക്വാളിറ്റിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ എല്ലാം റെൻഡർ ആവുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു ഗ്രാഫിക്സിൽ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ഉള്ളതായിട്ട്, ഫോർ എക്സാമ്പിൾ ഷാഡോസ് വരുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രാസ് ഒക്കെ ആണെങ്കിലും ആ ഗ്രാഫിക്സ് റെൻഡർ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും കോംപ്രമൈസ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഈ ഗ്രാഫിക്സ് എല്ലാം നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു 720p പാനലാണ്. അതിൽ നിന്ന് നിങ്ങൾ ഒത്തിരി ഒന്നും പ്രതീക്ഷിക്കരുത്. കാരണം ഈ ബഡ്ജറ്റാണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ റെഡ്മി 9 പ്രൈം ആദ്യമേ റെക്കമെൻഡ് ചെയ്തത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു 1080p ഫുൾ HD ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. അല്പം കൂടെ നല്ലൊരു പെർഫോമൻസ് സ്ക്രീനിൻ്റെ കാര്യത്തിലുണ്ടാവും. ഇവിടെ 720p പാനലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ പിക്സലേഷൻ ഇഷ്യൂ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. അത് ഈ ഒരു ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു ഫോണിൻ്റെ പ്രശ്നമായിട്ട് കണ്ടാൽ മതി. പിന്നെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ത്രൂ ഹെഡ്ഫോൺസ് അടിപൊളിയായിരുന്നു. യാതൊരുവിധ കംപ്ലയിൻറ്റും പറയാനില്ല. ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കാര്യമായിട്ട് ബാധിക്കുന്നില്ല. പക്ഷേ സ്പീക്കർ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ സ്പീക്കറേ ഉള്ളൂ മച്ചാനെ. അതിൻ്റെ ഒരു പെർഫോമൻസ് ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അതായത് കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റഡ് രീതിയിലായിരുന്നു. കൂടുതലൊന്നും പറയാനില്ല. ഒറ്റ സ്പീക്കറിന് പരമാവധി ചെയ്യാൻ പറ്റുന്ന അല്ലാതെ ചെയ്തിട്ടുണ്ട്. അതിനെ കൂടുതലിട്ട് ഞങ്ങൾ കളിയാക്കുന്നൊന്നുമില്ല. കാരണം ഈ ഒരു ബഡ്ജറ്റ് അതിൽ മാക്സിമം ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു സംഗതി ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എത്രമാത്രം നിന്നു എന്നുള്ള സംഗതിയാണ്. ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ ഗെയിം കളിച്ചു. വിത്തൗട്ട് ബ്രേക്കാണ് ഞങ്ങൾ ഗെയിം കളിച്ചത്. അതായത് ആസ്വാൾട്ട് കഴിഞ്ഞ് നേരെ കോൾ ഓഫ് ഡ്യൂട്ടിയിലോട്ട് കയറി. എൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് ഇല്ലായിരുന്നു. എന്നിട്ട് പോലും ഏകദേശം 15% മാത്രമാണ് ബാറ്ററി ഡിമിനിഷിങ് ഉണ്ടായിട്ടുള്ളത്. 84% നിന്നും 69% വന്നു. അത് വലിയൊരു സംഗതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രമാത്രമല്ല. കാരണം ഇതിനൊരു 5000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. 720p ഡിസ്പ്ലേ ഉള്ളൂ. എന്നാൽ പോലും ഈ ഒരു ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗെയിം പ്ലേയും തന്നു. അതിൻ്റെ ഒപ്പം ബാറ്ററി കാര്യമായിട്ട് ഇറങ്ങിയിട്ടുമില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു തംസപ്പിനുള്ള കാര്യം തന്നെയാണ്. ഒരു നെഗറ്റീവ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിവൈസ് ടെമ്പറേച്ചർ ഇത്ര നേരത്തെ ഒരു ഗെയിമിങ്ങിന് ശേഷം അല്പം കൂടിപ്പോയെന്നാണ്. അതിനകത്ത് പ്രശ്നമായിപ്പോയെന്ന് വെച്ചാൽ ഡിസ്പ്ലേയുടെ സൈഡിൽ 42 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ വന്നു. അത് ഗെയിമറിന് അല്പം അൺകംഫോർട്ടബിൾ ആയിരുന്നു. 42 ഡിഗ്രി എന്ന് പറയുന്നത് വലിയൊരു നമ്പറല്ല. എങ്കിൽ പോലും അങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇത് പക്ഷേ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോ ഒക്കെ ഗെയിം കളിക്കുന്നവർക്കൊരു പ്രശ്നമായിരിക്കില്ല. എന്നാൽ നിങ്ങൾ ഗെയിമിംഗ് ഒരു പ്രയോറിറ്റി ആയിട്ട് വെക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിവൈസിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഹെവി ഹീറ്റിങ്ങിലായിരുന്നു ഇപ്പോൾ കണ്ടല്ലോ. പക്ഷേ പ്രോസസ്സർ ഇരിക്കുന്ന ഭാഗത്ത്, അത് പിൻവീല് ബോഡിയിലാണെങ്കിലും മുൻവശത്ത് സ്ക്രീനിലാണെങ്കിലും 40 എബോവ് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ അതേ കമൻറ്റ് പിന്നെ ഉപയോഗിക്കുന്നു. 8500 രൂപയ്ക്ക് നല്ല രീതിയിലുള്ള വാല്യൂ ഫോർ മണി നാർസോ 20 നൽകുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗെയിമിംഗ് പെർഫോമൻസ് നൽകുന്നുണ്ട്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളോട്ട് എത്തുന്നവരെ ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് ഫോർ നൗ.